ഹായ് ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വിഷയം, നിങ്ങളെല്ലാവരും എന്താണ് വസ്തു പിന്നെ കെട്ടിടത്തിൻ്റെ ടാക്സ് എല്ലാം നിങ്ങൾ അടയ്ക്കാറുണ്ടോ? അപ്പം ഞാൻ ചോദിക്കാൻ കാരണം, ചിലർ മറന്നിരിക്കുകയായിരിക്കും. നമ്മൾ കുറേ ഇപ്പോൾ 2-3 കൊല്ലം 4 കൊല്ലമൊക്കെ ആയിട്ട് ചിലപ്പോൾ പെൻഡിങ് ഉള്ളവർ കാണും. അതെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പെൻഡിങ്ങൊക്കെ തീർത്തൊന്ന് ചെയ്യണേ. പറയാൻ കാരണം, ഇടയ്ക്ക് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു വാർത്ത ഇങ്ങനെ കണ്ടായിരുന്നു. വലിയൊരു വീടാണ്, USA താമസിക്കുന്ന ഒരാളുടെ വീടാണ്, ഒരു ലേഡിയുടെ. അപ്പോൾ അത് ഇതിൻ്റെ മാഫിയ പോലെയുള്ള ആൾക്കാർ സെയിം ഒരു ലേഡിയെ കൊണ്ട് തന്നെ അതിൻ്റെ ലേഡിയും അവരുടെ മകളാണെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ സെറ്റപ്പാക്കി അത് വസ്തു രജിസ്റ്ററായെന്നാണ് പറഞ്ഞത്. പിന്നെ അത് വേറെ ഒരാളുടെ പേർക്ക് അവർ വിൽക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അത് പിന്നെ കേസായി, പിന്നെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്തയൊക്കെ വന്നു. അപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു 5 സെൻറ്റ് ഭൂമി ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്നത് മാറ്റി വെച്ചിട്ടൊക്കെ നമ്മളൊരു സ്ഥലമൊക്കെ വാങ്ങുന്നതല്ലേ. അപ്പം അതല്ലെങ്കിൽ അച്ഛനമ്മയൊക്കെ കഷ്ടപ്പെട്ടതായിരിക്കും നമുക്ക് തരുന്നത്. അതെല്ലാം നിങ്ങൾ വേണ്ടത് തിരക്കുണ്ടെങ്കിലും അതാരെങ്കിലും വിട്ടിട്ട് ഒന്ന് അടപ്പിക്കുക. പിന്നെ വീട്ടിലൊക്കെ ഇടയ്ക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എന്താണ്, ഈ വില്ലേജ് ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡോക്യുമെൻറ്റ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പം നമ്മളെ പേരിലാണോ വസ്തു എന്നൊക്കെ ഉള്ളത്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ എല്ലാവരും. ഓക്കെ. എന്തെന്ന് പറഞ്ഞാൽ ആരെ കയ്യിലൊന്നും നമ്മൾ കഷ്ടപ്പെട്ട ഒരു മുതൽ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. ചിലവർ ഇത് കറക്റ്റായി ചെയ്യുന്നുണ്ടാവും, ചിലവരിപ്പം തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയാലും വേറെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊരു എൻഷുർ ചെയ്ത് നിങ്ങൾ അടച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പം ഞാൻ ഇടയ്ക്ക് 2-3 കാര്യങ്ങൾ അങ്ങനെ തട്ടിപ്പ് ഒക്കെ നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അന്ന് ആലോചിച്ചതാണ് ഒരു വീഡിയോ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ മറന്നിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഇന്ന സ്ഥലത്തുണ്ട്, ചിലപ്പോൾ 2 അടച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ 2 ചിലപ്പം വിട്ടുപോയിട്ടുണ്ടാവും. നിങ്ങളെ ഏൽപ്പിക്കുന്ന ആളുടെ അടുത്തും ഒന്നും കൂടെ എൻഷുർ ചെയ്യുക അത് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നാട്ടിൽ ഇവിടെ നിന്നെല്ലാം പ്രവാസങ്ങളായാലും എല്ലാം നിർത്തിപ്പോയി നാട്ടിൽ പോയി സെറ്റിലാവാൻ നിൽക്കുമ്പോഴായിരിക്കും അവിടെ വേറെ ഒരുത്തൻ കയറി അവിടെ എന്താണ് ഓണർഷിപ്പ് എടുത്തിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അത് പിന്നെ നമ്മൾ കേസായി വഴക്കായി. അതുമല്ല, ഇപ്പം വേറെ ഒരാളുടെ പേരിലോട്ട് രജിസ്റ്ററായി എല്ലാം പോയി കഴിഞ്ഞാൽ എത്ര ദിവസം കേസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള എന്താണ് ഉറപ്പ്? ആ വിറ്റ പൈസ അവർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമോ പൈസ തിരിച്ച്? അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക. ഉള്ള വസ്തുവും വീടും ഒക്കെ ഒന്ന് സെക്യൂരിറ്റിയൊക്കെ കാണും എങ്കിലും ശരി തന്നെ, എങ്കിലും ഡോക്യുമെൻറ്റേഷനൊക്കെ ഒന്ന് കറക്റ്റ് ഒന്നും കൂടെ ഒക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോ. നമ്മൾ കഷ്ടപ്പെട്ട വസ്തുവല്ലേ നമ്മൾ വാങ്ങിയത്, കഷ്ടപ്പെട്ട് വാങ്ങിയതായിരിക്കും. അതുപോലെ അച്ഛനും അമ്മയൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും അത് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ഉണ്ടെങ്കിൽ